ഹായ് ഫ്രണ്ട്സ്, ചിക്കമംഗളൂരിൽ ഇനി നിങ്ങളെ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് മുത്തോടി എന്ന ഒരു സ്ഥലം കേട്ടോ. ഏകദേശം ചിക്കമംഗളൂർ ടൗണിൽ നിന്ന് നമുക്കൊരു 35 കിലോമീറ്ററോളം നമ്മൾ യാത്ര ചെയ്തിട്ട് പക്ക ഗ്രാമം എന്ന് പറഞ്ഞാൽ നല്ല പക്ക ഗ്രാമം, പക്ക ഫോറസ്റ്റാണ്, തിക്ക് ഫോറസ്റ്റ് കേട്ടോ. ആ ഫോറസ്റ്റ് ഭദ്ര റിസർവ്, ടൈഗർ റിസർവ് എന്ന സംഭവമുണ്ട്. അത് കാണാൻ വേണ്ടി വന്ന കേട്ടോ. പക്ഷേ ഇവിടെ വരുമ്പോൾ നിങ്ങൾ ടൈമിങ്ങിന് വരണം. നമുക്ക് ഇൻഡിവിജ്വൽ ഗാഡിയിൽ വരികയാണെങ്കിൽ നല്ലതാണ്. അവിടെ ടൈമിങ്ങിനാണ് ബസ്സുള്ളത്. നമ്മുടെ ഗവൺമെൻറ് സാധാരണ പ്രൈവറ്റിൽ ബസ്സിൽ വരികയാണെങ്കിൽ ആ ബസ് ടൈമൊക്കെ അന്വേഷിച്ചിട്ട് വേണം വരാൻ. ഞാനിപ്പം സാധാരണ പ്രൈവറ്റിൽ ബസ്സാണ് വന്നത്. ഞാനിന്ന് ഭദ്ര ടൈഗർ റിസർവ് കാണാൻ വേണ്ടി ഒരു പ്രൈവറ്റ് ബസ്സിലായിരുന്നു യാത്ര. അവിടേക്ക് പോകുന്ന വഴിയും തിക്കായ ഫോറസ്റ്റ് ആയിരുന്നു. മനോഹരമായ കാഴ്ചകൾ ആസ്വദിച്ചു കൊണ്ടാണ് ഞാനിന്ന് അവിടേക്ക് പോയത് കേട്ടോ. ആ പോകുന്ന വഴിയിലുള്ള കാനന ഭംഗിയും ആ വഴിയുമൊക്കെ ഒരു എക്സ്ട്രാ ഓർഡിനറി അനുഭവമായിരുന്നു നമുക്ക് തന്നത്. ഇതെല്ലാം താണ്ടി വേണം നമുക്ക് ടൈഗർ റിസർവിൽ എത്താൻ. ആ ഒരു കാഴ്ചയും നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ് അവിടുത്തെ. ഭദ്ര റിസർവ് ഫോറസ്റ്റ് ആണ്. ഇവിടെ 2 പ്രാവശ്യം നമുക്ക് ജംഗിൾ സഫാരി, ഇവിടുത്തെ ഫേമസ് ആണ് ജംഗിൾ സഫാരി. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വണ്ടിയിൽ തന്നെ നമ്മൾ കൊണ്ടുപോകും. രാവിലെ എനിക്ക് തോന്നുന്നു രാവിലെ ഒരു 7 മണിക്കും വൈകിട്ട് 3 മണിക്കും അങ്ങനെയാണ് ജീപ്പ് ഉള്ളത്. ഒരാൾക്ക് 600 രൂപ, ഒരാൾക്ക് 600 രൂപയാണ് ഇവിടെ. അടിപൊളി, കാട്ടിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് എല്ലാം കണ്ട് സൂപ്പറായിട്ട് തിരിച്ചു കൊണ്ടുവരും. നല്ലൊരു ഇതാണ്. കാരണം ഇത്രയും ഒരു 35 കിലോമീറ്റർ നമ്മൾ കാട്ടിലേക്ക് വന്നിട്ട് ഈ ഒരു ജംഗിൾ സഫാരി നടത്താൻ ഒരു അടിപൊളിയാണ്. അപ്പോൾ ചിക്കമംഗളൂർ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മിസ് ചെയ്ത് കേട്ടോ. ഞങ്ങൾ അപ്പോൾ പ്രൈവറ്റ് കാറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ബസ്സിലാണ് വന്നത്. 50 രൂപ ഒരാൾക്ക് ടിക്കറ്റ്, 50 രൂപ ടിക്കറ്റ്. കറക്റ്റ് മുത്തോടി എന്നൊരു സ്ഥലത്ത് നമ്മളെ കൊണ്ടിറക്കും. അവിടുന്ന് ഡിപ്പാർട്ട്മെൻറ്റ് വക ഫോറസ്റ്റ് ജീപ്പുണ്ട്. 600 രൂപ കൊടുത്ത് അടിപൊളി ജംഗിൾ സഫാരി നമുക്ക് ആസ്വദിക്കാം. നല്ല അടിപൊളി സംഭവം. ഇതാണ് നമ്മുടെ മുത്തോടി എന്ന ചെക്ക് പോസ്റ്റ് കേട്ടോ. അതായത് ഇത് ഞാൻ കാണിച്ചത് അതാ കാണുന്നില്ലേ, അതാണ് ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് കേട്ടോ. മുത്തോടി എന്ന് പറയും. ഇവിടുന്ന് 2 കിലോമീറ്റർ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് യാത്ര ചെയ്യണം കേട്ടോ. അവിടേക്ക് ബസ്സുണ്ട് കേട്ടോ, ഗവൺമെൻറ് ബസ്സുണ്ട്. നമുക്ക് ബസ്സിൽ യാത്ര ചെയ്യാം. പ്രൈവറ്റ് വെഹിക്കിളിൽ വരികയാണെങ്കിൽ പ്രൈവറ്റ് വെഹിക്കിളിൽ നമുക്ക് പോകാം കേട്ടോ. ഇതാ വെൽക്കം ഭദ്ര ടൈഗർ റിസർവ്. അടിപൊളിയായിട്ട് സംഭവം. എൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ആനയുടെ കൊമ്പൊക്കെ പൊട്ടിപ്പോയല്ലോ. ഇതാ നല്ലൊരു, ഇവിടുന്ന് അങ്ങോട്ട് പക്ക ഫോറസ്റ്റ് കേട്ടോ. ഒരു 2 കിലോമീറ്റർ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ മുത്തോടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ആ സ്ഥലത്തു നിന്നാണ് നമ്മൾ ഇവരുടെ ഡിപ്പാർട്ട്മെൻറ്റിന് ജീപ്പൊക്കെ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ജീപ്പിൽ ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റും. പിന്നെ ഞാൻ എടുത്തു പറയുന്ന ഒന്ന്, ബസ്സിന് നമ്മൾ വരികയാണെങ്കിൽ സൂക്ഷിച്ച് അതിൻ്റെ ടൈമിംഗ് ഒക്കെ ഒന്ന് അന്വേഷിച്ച് വരണം കേട്ടോ. ഇപ്പം എനിക്ക് അറിയുന്ന സമയം ഞാൻ പറഞ്ഞുതരാം. രാവിലെ മുതൽ ബസ് വിടുന്നുണ്ട്. വൈകിട്ട് ഇവിടുന്ന് തിരിച്ച് പോകുമ്പം വൈകിട്ട് 5 മണിക്കാണ് ലാസ്റ്റ് ബസ് ഉള്ളത് കേട്ടോ. ഇവിടെ ഒരുപാട് ഹോം സ്റ്റേ ഒക്കെ നമുക്ക് കിട്ടും കേട്ടോ. വേണമെങ്കിൽ ഇവിടെ നിൽക്കണമെങ്കിൽ അങ്ങനെ നിൽക്കാം. കുറച്ചങ്ങോട്ട് പക്ക ഫോറസ്റ്റാണ്. അപ്പം എന്തായാലും ചിക്കമംഗളൂർ വന്നു കഴിഞ്ഞാൽ ഒരു മനോഹരമായ ഒരു ഭദ്ര ടൈഗർ റിസർവ് ഒന്ന് കാണാൻ പറ്റും. അടിപൊളിയാണ്. പിന്നെ ഫോറസ്റ്റിൽ ജിംഗിൾ സഫാരി യാത്ര അടിപൊളിയാണ്. ഒരു തിക്ക് ഫോറസ്റ്റാണ്. നല്ല സമയം, ചെറിയൊരു മഴയൊക്കെ ഉണ്ട്. 600 രൂപ കൊടുത്തിട്ട് തീർച്ചയായിട്ടും നിങ്ങളത് ആസ്വദിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ. സ്വന്തം വണ്ടിയിൽ വരികയാണെങ്കിൽ നല്ല റോഡൊക്കെ കേട്ടോ. നാരോ റോഡാണ്. ചെറിയ ചെറിയ ഹിൽ സ്റ്റേഷനൊക്കെ ഉണ്ട്. നമുക്ക് ഓൺ വീലിൽ വരാം, കുഴപ്പമൊന്നുമില്ല. നല്ല അടിപൊളി റോഡൊക്കെയാണ്. വല്ല കുണ്ടും കുഴിയൊന്നുമില്ല, നല്ല റോഡാണ്. പിന്നെ വെച്ചാൽ ഇവിടുത്തെ ഈ ട്രൈബൽസ് ഏരിയ ആണ്, ആദിവാസി ഏരിയ ആണ്. അങ്ങനത്തെ ആളുകളൊക്കെ കുറച്ച് ഞാനവിടെ കണ്ടപ്പോൾ ട്രൈബൽസിനെ ശ്രദ്ധിക്കുക എന്നൊക്കെയുള്ള ഒരു ഇംഗ്ലീഷിൽ ബോർഡൊക്കെ കണ്ടു. കുഴപ്പമൊന്നുമില്ല ഒന്നിന്. എന്തായാലും നമുക്ക് ഇവിടെ നിൽക്കാം. ഇപ്പോൾ നമ്മൾ തിരിച്ച് പോയിട്ട് ജംഗിൾ സഫാരി അവിടെ പോയി ജീപ്പിൽ പോയി ഉള്ളിൽ കണ്ട് തിരിച്ച് നമുക്ക് 5 മണിയുടെ ബസ്സിനെ നമുക്ക് തിരിച്ച് പോകണം. നമുക്ക് ഇതാണ് മുത്തോടി ജീപ്പ്, നമ്മുടെ എന്താ പറയുക ജംഗിൾ സഫാരി ഫോറസ്റ്റ് ഓഫീസ് കേട്ടോ. നമ്മൾ ഇവിടെയാണ് വരേണ്ടത്. ബസ്സിൽ നമ്മൾ വന്ന് ഇവിടെയാണ് ഇറങ്ങുക. ഇവിടുന്ന് ആ ബാക്ക് കാണുന്ന അതൊക്കെ കണ്ടോ, ഇതാണ് ഫോറസ്റ്റ് ഓഫീസിൻ്റെ അവിടെ ജീപ്പ് സഫാരി ഉണ്ട്. നമ്മൾ ജീപ്പ് സഫാരി പോകാനുള്ള ജീപ്പൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. 600 രൂപയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അവിടെ എൻട്രൻസ് തന്നെ ഒരു ചെറിയൊരു പുലിനെ പിടിച്ചിട്ട് ഒരു ചെറിയൊരു സ്റ്റാച്ചു കണ്ടില്ല കണ്ടില്ലേ. എന്തായാലും സംഭവം അടിപൊളിയാണ് കേട്ടോ. രാവിലെയൊക്കെ വരികയാണെങ്കിൽ എന്നാലും അടിപൊളിയായി. ജീപ്പ് സഫാരി 1.5 മണിക്കൂറാണ് ജീപ്പ് സഫാരി കേട്ടോ. 1.5 മണിക്കൂർ അവിടെ ഫുള്ള് കാട്ടിനുള്ളിൽ മൊത്തം കറക്കിയിട്ട് ഇവിടെ കൊണ്ട് ആക്കി തരും. പക്ഷേ ഇവിടെ ബസ്സിന് നമ്മൾ വരികയാണെങ്കിൽ സൂക്ഷിക്കണം. വൈകുന്നേരം 5 മണിക്ക് ലാസ്റ്റ് ബസ്സാണ്. അപ്പോൾ ആ ബസ് പോയി കഴിഞ്ഞാൽ നമ്മളിവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും, പിന്നെ ഇവിടെ പെട്ടുപോകും. അപ്പോൾ അതുകൊണ്ട് രാവിലെ വരും. രാവിലെ ബസ് കയറി ഇവിടെ വന്നിട്ട് ജീപ്പ് സഫാരി കണ്ട് കഴിഞ്ഞിട്ട് വൈകിട്ട് ഒരു 5 മണി വരെ ബസ്സുണ്ട്. അതിൻ്റെ ഉള്ളിൽ 4 മണിക്ക് ബസ്സുണ്ട്, 5 മണിക്ക് ബസ്സുണ്ട്. ആ ബസ്സിൽ നമുക്ക് കയറി പോകാൻ പറ്റും. അപ്പം ഇവിടെ നമ്മുടെ ഈ ഭദ്ര ടൈഗർ റിസർവ് സഫാരി വരുന്നവർ ശ്രദ്ധിക്കുക കേട്ടോ. സമയം ശ്രദ്ധിക്കുക. സ്വന്തമായിട്ട് വണ്ടിയിൽ വരികയാണെങ്കിൽ നോ പ്രോബ്ലം. വന്ന് ഏത് സമയം വേണമെങ്കിൽ നല്ല എൻജോയ് ചെയ്തിട്ട് പോകാം കേട്ടോ. എൻജോയ് ചെയ്യുക. പാർക്കിങ്ങിൽ സൗകര്യമൊക്കെ അവിടെ വണ്ടി ഇവിടെ പാർക്കൊക്കെ ചെയ്യാം. നല്ല അടിപൊളി സെറ്റപ്പാണ്.
അപ്പോൾ 35 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ടാക്സിയൊക്കെ വിളിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നും നല്ല കോസ്റ്റൊക്കെ 1500-2000 രൂപയെങ്കിലും ചോദിക്കും. ബസ്സിന് ഇപ്പോൾ ഏകദേശം നമുക്ക് ചിക്മംഗ്ലൂരിൽ നിന്ന് മുത്തോടി വരെ ബസ്സിന് വന്ന് നമുക്ക് 70 രൂപ ആയിട്ടുള്ളൂ ഒരാൾക്ക്. 70 രൂപ കൊടുത്ത് അവിടെ ഒന്ന് ഇറങ്ങാൻ സുഖമായിട്ട്. രാവിലെ വരികയാണെങ്കിൽ നല്ലതാണ്. രാവിലെ വരിക, ഈ ജംഗിൾ സഫാരിയൊക്കെ ചെയ്തിട്ട് വൈകുന്നേരം 5 മണി വരെ ബസ്സുണ്ട്. ലാസ്റ്റ് ബസ് ഏതെങ്കിലും ഒരു സമയം നമുക്ക് പോയാൽ മതി. വരുമ്പം ഫുഡൊക്കെ കൊണ്ടുവരണം കേട്ടോ. ബാഗിൽ ഇവിടെ നോക്കിയിട്ട് ഞാൻ കടകളൊന്നും കാണുന്നില്ല, ഫുഡ് ക്യാൻറ്റീനോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല. അപ്പോൾ കൊണ്ടുവരികയാണെങ്കിൽ ജസ്റ്റ് നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് ഇവിടെ അങ്ങനെ ഇരിക്കാം. അപ്പോൾ എന്തായാലും ഒരു അടിപൊളിയാണ്. ചിക്മംഗ്ലൂർ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഭദ്ര ടൈഗർ റിസർവ് ഈ ഒരു ജംഗിൾ സഫാരി നിങ്ങൾ ചെയ്യണം കേട്ടോ. നല്ലൊരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആണ്. ഞങ്ങളിതപ്പോൾ ചെയ്ത് വന്നിരിക്കുകയാണ്. ഞങ്ങളിതപ്പോൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഈ ബസ് വരും, നേരെ ടൗണിലേക്ക് പോകും. അപ്പം നിങ്ങളോടും കൂടെ പറയുകയാണ്, വരികയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക, അടിപൊളിയാണ്. ഇതാണ് നമ്മൾ അവിടുത്തെ ഫോറസ്റ്റ് ഓഫീസ് കേട്ടോ. ഈ ഒരു ഓഫീസിലാണ് നമ്മൾ വരേണ്ടത്. ഇവിടെ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആ കാണുന്ന ജീപ്പാണ് നമ്മളെ ജംഗിൾ സഫാരിക്ക് കൊണ്ടുപോകുന്നത്. ഒരുപാട് ജീപ്പുണ്ട്. ആൾ വരുന്തോറും ഓരോ ജീപ്പ് മാറിക്കൊണ്ടിരിക്കും. കാട്ടിനകത്തേക്ക് പോകുന്നു. നമ്മൾ കാണുന്ന ഒരു 1.5-2 മണിക്കൂറോളം കാട് ചുറ്റി തിരിച്ച് നമ്മളെ ഇവിടെ തന്നെ കൊണ്ടാക്കും. നമുക്ക് ഇതിൻ്റെ എൻട്രൻസിൽ തന്നെ നമുക്ക് ബസ് കിട്ടും. അപ്പം അവിടെ വെയിറ്റ് ചെയ്താൽ മതി. ബസ്സിൽ വരുന്നവരാണെങ്കിൽ ആ ബസ് അവിടെ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ചിക്മംഗ്ലൂരിലെ ഭദ്ര ടൈഗർ റിസർവും അങ്ങോട്ട് പോകേണ്ട സംഭവങ്ങളും അവിടെ എന്താണ് കാണേണ്ടത്, എങ്ങനെ പോകണമെന്നുള്ള ഒരുപാട് ഇൻഫർമേഷൻ തന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.